ശ്രീ സുരേഷ്, രാജ്യത്ത് അതായത് 100 കോടി കണക്കിന് രൂപയുടെ ക്രമക്കേടുകൾ ഉണ്ടാകുന്ന പല കേസുകളിലാണ് ഈ പറയുന്ന SFIയുടെ അന്വേഷണം ഇതിനു മുൻപുണ്ടായിട്ടുള്ളത്. 1.72 കോടി രൂപയുടെ ഒരു ആരോപണം. അതിൽ അന്വേഷണത്തിന് SFIO ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയ പ്രേരിതമായ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിക്ക് മുൻപാകെ വെച്ച വാദം എന്ന് പറയുന്നത്. ഒരു അന്വേഷണം ഉണ്ടാകട്ടെ എന്നാണ് കോടതി തീരുമാനമെടുത്തത് എങ്കിലും ആ ചോദ്യം രാഷ്ട്രീയമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അല്ല മാധു, ഇവിടെ ശ്രീ സനോജ് ഇവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ആകെ വഷളായിരിക്കുകയാണ്. കാരണം സനോജിനോട് മാധു ചോദിച്ചത് എന്തുകൊണ്ട് MV ഗോവിന്ദൻ ഇതുവരെ പ്രതികരിച്ചില്ല എന്നാണ്. ശ്രീ സനോജ്, MV ഗോവിന്ദൻ ലോകത്തുള്ള സർവ്വകാര്യങ്ങളിലും എല്ലാ ദിവസവും പ്രതികരിച്ചു കൊണ്ടിരിക്കുകയും ഈ വീണാ വിജയൻ പാർട്ടിയുടെ ഒരു മെമ്പറോ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയിലോ ഏരിയ കമ്മിറ്റിയിലോ ഒന്നുമില്ലാത്ത നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളും നിങ്ങളുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യയുമായിട്ടുള്ള ഈ സ്ത്രീ എന്ന് ഞാൻ പറയാമല്ലോ, അങ്ങനെ തന്നെ പറയാം, ഈ സ്ത്രീയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടകം ഒരു 15 പ്രാവശ്യമെങ്കിലും താങ്കളുടെ MV ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ്റെ കയ്യിൽ എന്തൊക്കെയോ രേഖയുണ്ട്, കൈരേഖയല്ലാത്ത എന്തോ രേഖ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ രേഖ ഒന്നും ഇതുവരെ ലോകത്താരും കണ്ടിട്ടില്ല. CPMൻ്റെ സെക്രട്ടേറിയറ്റ് നിരവധി തവണ പ്രതികരിച്ചിട്ടുണ്ട്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിലുള്ള ആൾക്കാർ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട്. ഇത്രയും പ്രതികരിച്ച് സകലമാന കോടതിയിലും പോയി കേവലം കർണാടകയിലെ ഒരു കോടതിയുടെ വിധി അന്തിമ വിധിയല്ല എന്നൊക്കെ തട്ടിവിടുമ്പോൾ ശ്രീ സനോജ് അങ്ങൊരു DYFIയുടെ നേതാവാണ് എന്ന് ഓർമ്മ വേണം. DYFIയുടെ നേതാവ് ഒരു അഴിമതി കേസിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്ന ഒരാൾ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരിയാണ് എന്ന് ഒരു ഹൈക്കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ SFIOയ്ക്ക് അന്വേഷിക്കാനുള്ള എല്ലാ അധികാരവുമുണ്ട് എന്ന് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കണം എന്നുള്ള നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പെറ്റീഷൻ എടുത്ത് ദൂരേക്ക് എറിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും കാലം വീണാ വിജയന് വേണ്ടി പാദസേവ ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി അത് മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷിനോ അതോടൊപ്പം തന്നെ VSൻ്റെ മകൻ അരുൺകുമാറിനോ നയനാരുടെ മകൻ കൃഷ്ണകുമാറിനോ കിട്ടാത്ത പ്രിവിലേജോടുകൂടി വീണാ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് പാദസേവ ചെയ്യുന്നൊരു പാർട്ടിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ അധപ്പതിച്ച സാഹചര്യത്തിലാണ് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗവും സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ടുള്ള MV ഗോവിന്ദന് ഈ കർണാടക വിധിയിൽ പ്രഥമ ദൃഷ്ടിയാൽ കേസുണ്ടെന്നും ഈ കേസ് അന്വേഷിക്കപ്പെടണമെന്നുള്ള വിധി വരുന്ന സമയത്ത് നാവിറങ്ങിപ്പോയോ എന്ന് മാധു മാത്രമല്ല, മാതൃഭൂമിയിലെ 10,000-കണക്കിന് പ്രേക്ഷകർ മാത്രമല്ല, ഈ കേരളത്തിലെ CPMകാർ ഉൾപ്പെടെ ചോദിക്കുന്ന ചോദ്യമാണ് സനോജെ. ഈ ചോദ്യത്തിൽ നിന്ന് കേവലം ഒരു ചാനൽ ചർച്ചയിൽ ഒളിച്ചോടാൻ പറ്റുമായിരിക്കും. പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് പിണറായി വിജയനോ MV ഗോവിന്ദനോ അല്ലെങ്കിൽ റിയാസിനോ ഒളിച്ചോടാൻ പറ്റില്ല. അത് താങ്കൾ മനസ്സിലാക്കണം. സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയും അതിലെ പരാമർശങ്ങളും വന്നപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസി അല്ല, അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്, അത് നിയമപരമായ സാധുതയുള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ളതായിരുന്നു BJPയുടെ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കേന്ദ്രത്തിന് കീഴിലുള്ള 2 ഏജൻസികൾ മത്സരിച്ച് 2 അന്വേഷണം എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. 2 അന്വേഷണം സാധാരണഗതിയിൽ പതിവില്ലല്ലോ. അപ്പോൾ അങ്ങനെയല്ല, ഇത് വിപുലമായി അന്വേഷിക്കേണ്ടതുണ്ട്, വിപുലമായ അധികാരപരിധിയുള്ള ഒരു ഏജൻസി കൂടി അതിൽ വരേണ്ടതുണ്ട് എന്ന തീരുമാനമൊക്കെ എടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏജൻസികളാണ്. അവിടെയാണ് CPMന്റെ ആരോപണം, രാഷ്ട്രീയമായ ആരോപണം വാലിഡ് ആവുന്നത്. മാധു, എങ്ങനെ വാലിഡ് ആകും? ഇവിടെ കേരളത്തിന്റെ പൊതുമുതൽ കട്ട് മുടിച്ച് മാസപ്പടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാനായി ആദ്യം കേരള സർക്കാർ കേരളത്തിന്റെ പണമെടുത്ത് KSIDCയെ കൊണ്ട് കേരള ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷനോട് കേരളത്തിലെ ഹൈക്കോടതി ചോദിച്ചത്, നിങ്ങൾ അന്വേഷണത്തിന് എന്തിനാ ഭയക്കുന്നത് എന്നാണ് KSIDCയോട് ചോദിച്ചത്. ആ KSIDCയുടെ ആ പെറ്റീഷൻ എടുത്ത് ദൂരേക്കെറിഞ്ഞത് കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതി ഈ പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ KSIDC പെറ്റീഷനുമായിട്ട് പോയത് KSIDCയുടെ മുകളിലിരിക്കുന്ന അതിൻ്റെ ഡയറക്ടറെയോ ചെയർമാനെയോ സംരക്ഷിക്കാനല്ല. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് രൂപ വക്കീലിന് കൊടുത്തുകൊണ്ട് ഈ കേസുമായിട്ട് പോയത് മുഖ്യമന്ത്രിയുടെ അരുമ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്.
അങ്ങനെ അരുമ മകളെ സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പണമെടുത്ത് കേരള ഹൈക്കോടതിയിൽ പോയത് തള്ളിയപ്പോഴാണ് അരുമ മകൾ നേരിട്ട് അങ്ങ് കർണാടകയിലേക്ക് പോയത്. കർണാടകയിൽ പോയിട്ട് കർണാടക ഹൈക്കോടതിയിൽ പോകുന്ന സമയത്താണ് നമ്മൾ അറിയുന്നത് മകൾക്ക് സമൻസ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, സമൻസുമായിട്ടാണ് പോയിരിക്കുന്നതെന്ന്. ആ സമൻസുമായിട്ട് പോയിട്ട് വീണാ വിജയൻ ആവശ്യപ്പെട്ടത് ഇത് റദ്ദ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി പറഞ്ഞു റദ്ദ് ചെയ്യാൻ പറ്റില്ല, അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഇതിൽ നിന്ന് മാധുവിന്റെ ചോദ്യം എന്താ? BJP രാഷ്ട്രീയമായിട്ട് ഈ കേസ് എടുക്കുന്നു എന്നല്ലേ ചോദ്യം? BJP രാഷ്ട്രീയപരമായിട്ട് ഈ കേസ് എടുക്കുന്നു എന്ന് കേരളത്തിലെ ഹൈക്കോടതിക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ KSIDC പോയപ്പോൾ ആ പെറ്റീഷൻ അനുവദിക്കുമായിരുന്നു. BJP അങ്ങനെ കേസെടുക്കുന്നു എന്ന് കർണാടകയിലെ ഹൈക്കോടതിക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ അവിടെ വീണാ വിജയൻ പെറ്റീഷനുമായിട്ട് പോകുമ്പോൾ അത് അനുവദിക്കുമായിരുന്നു. മാത്രമല്ല ഇവിടെ 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റും അതിനുവേണ്ടി ചെയ്ത സേവനങ്ങളും എന്ന് പറഞ്ഞ് തട്ടിവിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ രീതിയിലുള്ള വാദമുഖങ്ങൾ സമ്പൂർണമായിട്ടും തള്ളിക്കളയുന്ന 2 ഹൈക്കോടതിയുടെ വിധികളാണ് ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ശ്രീ ജിൻഡോ ജോൺ, ഒരു ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞിട്ട് പോകുന്നല്ലേ ബെറ്റർ. ചോദിച്ചു എന്തിനാ SFIOയിൽ എന്തിനാ അന്വേഷിക്കുന്നത്? മുമ്പ് ROC അന്വേഷിച്ചിട്ടില്ലേ? ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് അന്വേഷിച്ചില്ലേ? ഇതൊക്കെ അന്വേഷിച്ചത് ആദായ നികുതിയെ സംബന്ധിച്ചാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് ഏർപ്പാടുകൾ എഗ്രിമെന്റിനെ സംബന്ധിച്ചാണ്. ഇത് SFIO അന്വേഷിക്കുന്നത് ഇതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണമാണ്. ഇത് കേവലം ആദായ നികുതിയുടെ മാത്രം വിഷയമല്ല. ഇത് എഗ്രിമെന്റുകൾ എന്ത് സർവീസ് നടത്തി എന്നതിനെ കുറിച്ചുള്ള വിഷയം മാത്രമല്ല. ഇത് അറ്റോമിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, മിനറൽസും മെറ്റൽസും കൈകാര്യം ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള അന്വേഷണങ്ങൾ ആവശ്യമുള്ള, കാനഡയിൽ പോലും കള്ളക്കമ്പനി തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ പ്രാപ്തമായിട്ടുള്ളൊരു ഏജൻസി മാത്രമല്ല, അറസ്റ്റ് ചെയ്ത് വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള അധികാരമുള്ള ഒരു ഏജൻസി എന്നതുകൊണ്ടാണ് അത് ഏതാണ്ട് UAPയുടെ ഒക്കെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വളരെ കർശനമായ ഒരു അന്വേഷണ പരിതസ്ഥിതിയും അതിന്റെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. അതാണ് സംബന്ധിച്ച ഗൗരവമൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത്.